എന്തുകൊണ്ട് പരദേവത അല്ലെങ്കിൽ കുടുംബദേവത സ്ത്രീ രൂപത്തിൽ ഭഗവതി രൂപത്തിൽ വന്നു? അതൊരു സംശയം. ഈ 6 ഭഗങ്ങളുള്ളവൾ ഭഗവതി എന്നൊക്കെ പറഞ്ഞെങ്കിലും ലളിതമായിട്ട് പറയുമ്പോൾ ഭഗവതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്ത്രീ സങ്കല്പം. സ്ത്രീ ആണ് സൃഷ്ടിയുടെ അടിസ്ഥാനം. സ്ത്രീ പരമമായ സഹനശക്തിയുള്ളതാണ്. അതിനും അപ്പുറം ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാർ ത്രിമൂർത്തി സങ്കല്പങ്ങൾ വന്നത് തന്നെ എവിടെ നിന്നാ? ഈ പ്രകൃതിയാകുന്ന മായയിൽ നിന്നാ. അതാണ് ഹരിനാമ കീർത്തനം പറയുന്നത്, ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു. അപ്പോൾ ഓങ്കാരമായ ഒരു പരബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ പരബ്രഹ്മരൂപി പലതരത്തിലുള്ള ദേവതകളായി മാറി. അതിലെ ഒരു ദേവതാ സങ്കല്പം മാത്രമാണ് എന്ത്? ഭദ്രകാളി. ആരാ ഭദ്രകാളി? ഭദ്രം കരോതി ഇതി ഭദ്രകാളി. ഭദ്രം ആക്കി മാറ്റാൻ ഒരു ദേശത്തെ, ഒരു കുടുംബത്തെ മുഴുവൻ ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളവളാണ് ഭദ്രകാളി. അതുകൊണ്ടാണ് തട്ടകത്തമ്മയായും കുടുംബ പരദേവതയായും നമ്മൾ ഭദ്രകാളിയെ ആരാധിക്കുന്നത്.